ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അശ്വതിയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കാനിടയെ. ഉടനെ ഈ സമയത്ത് ഇത് ആരായിരിക്കും വന്ന് എന്നോർത്ത് അശ്വതി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ അരുൺ വന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച കണ്ടതോടെ അയ്യോ അരുണാണല്ലോ എന്ന് ആകെ വിഷമത്തോടെ അശ്വതി ആലോചിച്ചു. അപ്പോഴേക്കും അവിടെ കോളിംഗ് ബെല്ല് മുഴക്കുന്ന ശബ്ദം കേട്ട് ആരോ വന്നതെന്ന്, കോളിംഗ് ബെല്ല് അടിക്കാനായി ആരോ വന്നിട്ടുണ്ടെന്നും കാറിന്റെ ശബ്ദം കൂടി കേട്ടതോടെ ആരാന്നറിയാൻ മോളും അവിടെ ഓടിയെത്തി. ശ്രീകുട്ടി ജനലിലൂടെ അരുണിനെ കണ്ടതും അയ്യോ അരുണങ്കിൾ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വാതിൽ തുറക്കാനായി പോകാൻ തുടങ്ങി. ഉടനെ അശ്വതി പിടിച്ചു നിർത്തി. മോളെ വേണ്ട, അരുണങ്കിളിനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് പറഞ്ഞു. ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, അയ്യോ അമ്മ, അരുണങ്കിള വന്നിരിക്കുന്നത്, വാതിൽ തുറക്കാം എന്ന് പറഞ്ഞത്. ഉടനെ അശ്വതി ദേഷ്യപ്പെട്ടു. മോളെ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് തൽക്കാലം വാതിൽ തുറക്കണ്ട എന്ന്? നിന്നോട് ഞാൻ പറയുന്നത് കേട്ടെ, മാറിപ്പോയി നിന്നെ എന്ന് പറഞ്ഞ് അശ്വതി ദേഷ്യപ്പെട്ടു. ഉടനെ അരുൺ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുകയും അശ്വതി അശ്വതി എന്ന് വിളിച്ചു. എന്നിട്ട് ആ വിളി കേട്ടിട്ടും അശ്വതി പ്രതികരിക്കാതിരിക്കുന്നത് കണ്ട് ശ്രീകുട്ടി അരുണിനെ വിളിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ശ്രീകുട്ടിയുടെ വാ പൊത്തിപ്പിടിക്കുകയാണ് അശ്വതി. ഈ സമയത്ത് അരുൺ കുറെ നേരം അശ്വതി എന്ന് വിളിച്ചിട്ടും വാതിലാരും തുറക്കാത്ത കണ്ടതോടെ അരുണിനാകെ ടെൻഷനായി. അല്ല, ഈ സമയത്ത് അശ്വതി മോളത് എവിടെ പോയിട്ടുണ്ടാകും എന്നോർത്ത് വേഗം അരുൺ തന്റെ മൊബൈൽ ഫോൺ എടുത്തു. ഒന്ന് വിളിച്ചു നോക്കിയേക്കാം എന്ന് ആലോചിച്ച് മൊബൈലിൽ നിന്ന് അശ്വതിയുടെ ഫോണിലേക്ക് വിളിച്ചു. അയ്യോ, അരുൺ എന്നെ ആയിരിക്കുമല്ലോ വിളിക്കുന്നതെന്ന് ഓർത്ത് വേഗം തന്നെ അശ്വതിയും തന്റെ മൊബൈൽ ഫോൺ ആ സെറ്റിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ സമയത്ത് ശ്രീകുട്ടി ജനലിലൂടെ അരുണങ്ങൾ എന്ന് വിളിക്കാനായി തുടങ്ങുമ്പോഴേക്കും അശ്വതി വേഗം ശ്രീകുട്ടിയെ പിടിച്ച് തന്റെ കൈക്കുള്ളിലാക്കി വാ പൊത്തിപ്പിടിച്ചു. ഉടനെ അരുൺ ഫോൺ ചെയ്തതും അശ്വതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതോടെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു, ഇതെന്തായിരിക്കും, എവിടെയെങ്കിലും പോയതായിരിക്കുമോ, അല്ല ഈ ഫോൺ എന്തിനായിരിക്കും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ അരുൺ ആലോചിച്ചു. എന്തായാലും ഇവിടെ അശ്വതി ഉണ്ടാവില്ല. ശ്രീകുട്ടി എന്ന് വീണ്ടും അരുൺ വിളിച്ചു നോക്കി. അശ്വതി വാതിൽ തുറക്കാതായതോടെ അരുണിനാകെ സങ്കടമായി. വേഗം അരുൺ കാറും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. അരുൺ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും അരുൺ തിരിച്ചു പോകുന്ന കാഴ്ച കണ്ട് ആകെ വിഷമത്തോടെ അശ്വതി നോക്കിയിരുന്നു. പാവം അരുണിന് സങ്കടമായിട്ടുണ്ടാകും, വിഷമിച്ചായിരിക്കും അരുൺ പോകുന്നത്. സാരമില്ല എന്ന് മനസ്സിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അശ്വതി അങ്ങനെ നിന്നു. ആ സമയത്ത് ശ്രീകുട്ടി ആകെ ദേഷ്യത്തോടെ അശ്വതിയുടെ അരികിലേക്ക് വന്നു. അമ്മ എന്തിനാ അരുണങ്ങൾ വന്നിട്ട് വാതിൽ തുറക്കാതിരുന്നത് എന്ന് ശ്രീകുട്ടി അശ്വതിയോട് ചോദിച്ചു. ഉടനെ അശ്വതി പറഞ്ഞു, മോളെ എന്ന് വിളിച്ച് ശ്രീകുട്ടിയെ കെട്ടിപ്പിടിച്ച് അശ്വതി കരഞ്ഞു. അമ്മ അരുണങ്കിളിനോട് പിണക്കമാണോ, അതുകൊണ്ടാണോ അമ്മ അരുണങ്കിളിനെ വീട്ടിൽ കേട്ടാതിരുന്നത് എന്ന് ശ്രീകുട്ടി അശ്വതിയോട് ചോദിച്ചു. അശ്വതി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കും. സാരമില്ല മോളെ, അരുണങ്കിള് പോട്ടെ, അരുണങ്കിളിനെ നമ്മളിവിടെ പിടിച്ചെന്ന് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞത്. ശ്രീകുട്ടി ചോദിച്ചു, അരുണങ്കിള് സാധാരണ ഇവിടെ വരാറുള്ളതാണല്ലോ, പിന്നെ എന്താ അമ്മ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. അത് ശരിയാവില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകുട്ടി ചോദിച്ചു, അമ്മേ, എന്നെ അരുണങ്ങളിന് വലിയ ഇഷ്ടമല്ലേ, എനിക്കറിയാം അരുണങ്ങളിന് അമ്മയും വലിയ ഇഷ്ടമാണെന്ന്. അന്ന് അമ്മയെ ആ പോലീസ് പിടിച്ചോണ്ട് പോയ ദിവസം അരുണങ്ങൾ എന്ത് സങ്കടപ്പെട്ടെന്നറിയാവോ, അമ്മയെ രക്ഷിക്കാനായിട്ട് അരുണങ്ങൾ എത്രത്തോളം വിഷമിച്ചെന്നറിയാവോ, എനിക്കറിയാം, എന്നോടുള്ള പോലെ ഇഷ്ടം അരുണങ്ങളിന് അമ്മയോടും ഉണ്ട് എന്ന് പറഞ്ഞു. അശ്വതി അതെല്ലാം കേട്ട് മറുപടി പറയാതിരിക്കുമ്പോ അശ്വതി പറഞ്ഞു, അല്ല അരുണങ്ങൾ എന്റെ ആരാ അമ്മേ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ അശ്വതി അങ്ങനെ ഇരിക്കുമ്പോ, അതെ, ആ വീട്ടിലുള്ള എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. അമൃതാന്റിക്കും ആദ്യങ്ങളിനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. അരുണങ്ങളിനും അതെ, എന്നെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അമ്മ എന്താ അരുണങ്ങളുടെ അടുത്തേക്ക് പോകാൻ അമ്മ സമ്മതിക്കാതിരുന്നത് എന്ന് വീണ്ടും ശ്രീകുട്ടി അശ്വതിയെ ചോദ്യം ചെയ്യുന്നു. അത് കേട്ടതോടെ അശ്വതി മറുപടി ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കുമ്പോ ശ്രീകുട്ടി പറഞ്ഞു, അമ്മ പറഞ്ഞേ, അവരൊക്കെ എന്റെ ആരാ എന്ന് ചോദിച്ചു. അശ്വതി ഒന്നും, അതെ, മോൾക്ക് ഇന്ന് ഹോംവർക്ക് ഒത്തിരി ചെയ്യാനില്ലേ, നമുക്ക് പോകാം എന്ന് പറഞ്ഞതും ശ്രീകുട്ടി പറഞ്ഞു, ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാ ഇരിക്കുന്നത്, അല്ല എന്നാ നമുക്ക് പോയി പടം വരയ്ക്കാം എന്ന് പറഞ്ഞപ്പോ ശ്രീകുട്ടി പറഞ്ഞു, എനിക്കറിയാം അമ്മ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാതിരിക്കാൻ അമ്മ വേഗം രക്ഷപ്പെടാൻ പറയുന്നതല്ലേ, വേണ്ട അമ്മ പറയണ്ട, ഞാൻ തന്നെ ചോദിച്ചോളാം, മുത്തച്ഛനും മുത്തശ്ശിയോടും ഒക്കെ അവരെന്റെ ആരാണെന്ന് ഞാൻ തന്നെ അവരോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞു. ഉടനെ അശ്വതി പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞപ്പോ ശ്രീകുട്ടി പറഞ്ഞു, അതെ, എന്നാ അരുണങ്കിള് എന്റെ ആരാണെന്ന് അമ്മ പറഞ്ഞേ, എനിക്കറിയണം എന്ന് പറഞ്ഞപ്പോ അശ്വതി ആകെ വിഷമത്തിലായി. മോൾ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. വേണ്ട അമ്മ, ഇനി എന്നോടൊന്നും പറയണ്ട, ഞാനേ അങ്കിളിനോട് തന്നെ ചോദിച്ചോളാം ഇനി കാണുമ്പോ എന്ന് പറഞ്ഞു. വേഗം ശ്രീകുട്ടി എഴുന്നേറ്റ് പിണങ്ങി അശ്വതിയുടെ അരികിൽ നിന്ന് ഓടിപ്പോകുന്നു. ആ സമയത്ത് അശ്വതി ആകെ വിഷമത്തിലായി. ദൈവമേ, എന്റെ മോള് പ്രായമായി വരികയാണ്, അവളുടെ ഓരോ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി നൽകാൻ കഴിയുന്നില്ല. എന്റെ മോള് എന്നിൽ നിന്ന് അകന്നു പോകുമോ ഈശ്വര, എന്റെ മോൾക്ക് എനിക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് അവൾ എന്നെ വെറുക്കുവോ, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് എന്റെ ദൈവമേ എനിക്ക് എന്റെ നേരെ വരുന്നത് എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് അശ്വതി ഇരുന്നു. അപ്പോഴേക്കും അഖിൽ ശ്യാമയ്ക്ക് വേണ്ടി മരുന്ന് വാങ്ങിക്കാനായി ക്ലിനിക്കിലേക്ക് പോയിട്ട് മരുന്ന് കിട്ടി തിരികെ വന്നു കഴിയുമ്പോൾ അവിടെ വീണ്ടും ശ്യാമ കിടന്ന് ഉറങ്ങുന്ന കാഴ്ച കണ്ടു. ഉടനെ അഖിൽ അരികിലേക്ക് എത്തി ശ്യാമയെ വിളിച്ചു നിർത്തി. ശ്യാമെ, എഴുന്നേക്ക്, ദാ ഞാൻ മെഡിസിൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കഴിക്കേ എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് മരുന്ന് എടുത്തു കൊടുക്കുന്നു. ഉടനെ ഇപ്പൊ വൊമിറ്റിംഗ് ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് ശ്യാമ മറുപടി നൽകി. ഉടനെ
അഖിൽ പറഞ്ഞു, അതെ, ഡോക്ടറോട് ഞാൻ കാര്യം പറഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞത് കൃത്യമായ മരുന്ന് തന്നെ കൊടുത്തു വിട്ടെന്നാണ്. പിന്നെ തന്നോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനായിട്ട് പറഞ്ഞു. ഉടനെ ശ്യാമ പറഞ്ഞു, എങ്കിലും അവിടുന്ന് കിട്ടിയ മരുന്ന് ഇത് ആരായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടാവുക? അവിടുന്ന് കിട്ടിയ മരുന്നിൽ എങ്ങനെയാണ് പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് വന്നത് എന്ന് പറഞ്ഞത്. മഹൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ അതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഐശ്വര്യയെടുത്തി അല്ലാതെ ഐശ്വര്യയെടുത്തി അല്ലാതെ ആരാ ആ മരുന്ന് മാറ്റി വെക്കുന്നത്? അത് കേട്ട ഉടനെ സംശയത്തോടെ ശ്യാമ ചോദിച്ചു, ഐശ്വര്യ എടുത്തിയോ? അതെന്തിനാ ഐശ്വര്യ എടുത്തി മാറ്റി വെക്കണം എന്ന് ചോദിച്ചതും അഖിൽ പറഞ്ഞു, ഞാനേ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ ഡോക്ടർ ചിരിക്കുകയായിരുന്നു ചെയ്തത്. ഡോക്ടറുടെ ചിരിയിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ഡോക്ടർ ഒന്നും വിട്ടങ്ങോട്ട് പറഞ്ഞില്ല. പക്ഷെ എന്നോട് ഡോക്ടർ ചോദിച്ചു, വീട്ടിൽ ശ്യാമയോട് ദേഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ശ്യാമയുടെ ശ്യാമയോട് ഏതെങ്കിലും വിധേന വിദ്വേഷമുള്ള ആരെങ്കിലും കുടുംബത്ത് തന്നെ ഉണ്ടോ? അത് മാത്രമല്ല, ഇത് പ്രഗ്നൻസിയുടെ ആദ്യ സ്റ്റേജ് ആണെന്നും വളരെ സൂക്ഷിക്കേണ്ടതാണെന്നും വിശ്വാസമില്ലാത്ത ഒരാള് എന്ത് തന്നാലും ഒന്നും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കരുതെന്നും എപ്പോഴും വളരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്നും എപ്പോ വേണമെങ്കിലും എന്ത് ആപത്ത് വേണമെങ്കിലും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വീട്ടിൽ സംഭവിച്ചേക്കും. അങ്ങനെയുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണമെന്നും ഒക്കെ ഡോക്ടർ പറഞ്ഞു. എനിക്ക് അതിൽ നിന്നൊരു കാര്യം വ്യക്തമായി. ശ്യാമയുടെ ഈ പ്രഗ്നൻസിയെ കുറിച്ച് ഡോക്ടർക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. നമ്മുടെ കുഞ്ഞിന് ആപത്തുണ്ടാക്കാൻ ആരോ മനഃപൂർവ്വം നടക്കുന്നതായിട്ട് ഡോക്ടർക്ക് എന്തോ ഒരു സൂചന കിട്ടിയതുപോലെയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ആപത്ത് ഈ വീട്ടിലുണ്ടെങ്കിൽ അത് ഐശ്വര്യത്തി മാത്രമാണ്. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം. തന്റെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അതാണ് ഏട്ടത്തിയുടെ ഏക ലക്ഷ്യം. അതുകൊണ്ട് അതിനുവേണ്ടി ഏട്ടത്തി എന്തും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അഖിൽ ശ്യാമയോട് അറിയിച്ചു. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, അഖിൽ സാർ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഏട്ടത്തി ഇങ്ങനെ തുടങ്ങിയാൽ എന്ന് ചോദിച്ചതും അഖിൽ പറഞ്ഞു, സൂക്ഷിക്കണം, നന്നായിട്ട് സൂക്ഷിക്കണം. ഏത് സമയത്തും എന്തും ചെയ്യാനായി തയ്യാറായിട്ട് നടക്കുകയാണ് ഐശ്വര്യത്തി. അതുകൊണ്ട് താൻ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്യാമയുടെ ഫോൺ റിങ് ചെയ്തു. ഉടനെ തന്നെ അഖിൽ ഫോൺ എടുത്ത് കൊടുത്തു. ഹലോ എന്ന് കോൾ അറ്റൻഡ് ചെയ്തതോടെ അത് അപ്പുറത്ത് നിന്ന് പറഞ്ഞു, അതെ, ഞാൻ മ്യൂസിക് പ്രൊഡ്യൂസറാണ്, അറിയാവല്ലോ. നാളെ സ്റ്റുഡിയോയിൽ വരാൻ ശ്യാമയ്ക്ക് അസൗകര്യമൊന്നും ഇല്ലല്ലോ അല്ലെ? നാളെ തന്നെ നമുക്ക് റെക്കോർഡിംഗ് നടത്താമല്ലോ അല്ലെ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, പറ്റും, നാളെ തന്നെ ഞാൻ എത്തിക്കോളാം. എന്നാ എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മാനേജർ വിളിച്ച് ശ്യാമയെ ഇൻഫോം ചെയ്തോളും കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ശരി സാർ എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു. ഉടനെ അഖിൽ ചോദിച്ചു, ആരാ വിളിച്ചത്? അത് മ്യൂസിക് പ്രൊഡ്യൂസറാണ് പറഞ്ഞത്. എന്നാ ശരി, താൻ വിഷമിക്കാതെ കിടന്നോ. നമുക്ക് നാളത്തെ ഈ ഓഡിഷന് അല്ല, നാളത്തെ റെക്കോർഡിങ്ങിന് പോകേണ്ടതല്ലേ? അതുകൊണ്ട് താൻ സമാധാനത്തോടെ കിടന്നോ. ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ, ഇനി താൻ വിശ്രമിച്ചോ എന്ന് അഖിൽ അറിയിച്ചു. ഉടനെ ശ്യാമ കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമയുടെ കാലിന് വല്ലാതെ വേദന തുടങ്ങി. ഉടനെ അഖിൽ ചോദിച്ചു, എന്തു പറ്റി എന്ന് ചോദിച്ചിട്ടും, അല്ല, കാലിന് വല്ലാത്തൊരു വേദന തോന്നുന്നു അഖിൽ സാർ എന്നറിയിച്ചു. ഉടനെ അഖിൽ പറഞ്ഞു, നോക്കട്ടെ എന്ന് പറഞ്ഞ് കാൽ നോക്കിടും. ഇവിടെ പാടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞതും, എന്താണെന്ന് അറിയില്ല സാർ, വല്ലാത്തൊരു വേദന എന്ന് പറഞ്ഞു. വേദനയോ? എന്നാൽ ഞാൻ ഇപ്പൊ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയുടെ കാല് രണ്ടും തടവി കൊടുക്കുന്നു. അങ്ങനെ തന്റെ മടിയിൽ വെച്ച് കാല് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോ ആ വേദന അഖിലിന്റെ ആ സ്നേഹത്താൽ ആ വേദന ശ്യാമ മറക്കുന്നു. അങ്ങനെ ശ്യാമ മയങ്ങാനായി തയ്യാറായി. പിറ്റേന്ന് അവിടെ ആനന്ദ നിലയത്തിൽ ആനന്ദവർമ്മയും വസുന്ധരാമയും ഒപ്പം അരുണും ചേർന്ന് അവരുടെ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചു. വസുന്ധര പറഞ്ഞു, അരുണിന്റെയും ആദിയുടെയും ഒപ്പം ആനന്ദേട്ടന്റെയും കൂട്ടായ പരിശ്രമം കൊണ്ട് നമ്മുടെ കമ്പനി ഇപ്പൊ വീണ്ടും പ്രോഫിറ്റിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഉടനെ എന്തായാലും നമുക്ക് കൃത്യസമയത്ത് തന്നെ ബാങ്കിൽ നിന്ന് ആ ലേലത്തിൽ പിടിച്ച മിഷണറീസ് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്ര പ്രോഫിറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ആനന്ദവർമ്മ പറഞ്ഞു, അതെ, അന്ന് അഖിലും ശ്യാമയും കൂടി ആ മിഷണറി എല്ലാം ലേലത്തിൽ പിടിച്ചെന്ന് പറഞ്ഞപ്പോ അന്ന് താൻ എന്തൊക്കെയാ അവരെ കുറിച്ച് പറഞ്ഞത്? നമ്മുടെ കുടുംബത്തെ ചതിക്കുകയാണെന്നും അവര് നമ്മളെ ചതിക്കാനായിട്ട് വന്നതാണെന്നും ഒക്കെ. എന്നിട്ട് തന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ ശ്യാമയ്ക്കും അഖിലിനും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞപ്പോ വസുന്ധര ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു. ഉടനെ അരുൺ പറഞ്ഞു, അന്ന് അമൃതയെടുത്തി കൊടുത്ത കാശ് കൊണ്ട് അന്ന് നമുക്ക് വേണ്ടി ആ മിഷണറീസ് എല്ലാം ലേലത്തിൽ അവർ പിടിച്ചത് വലിയ കാര്യമായില്ലേ? അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോ പ്രോഫിറ്റ് നേടാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു. ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, ഇനിയെങ്കിലും ശ്യാമയും അഖിലിനെയും ഒരു കാലത്തും അവിശ്വസിക്കരുത്. അവര് നമ്മുടെ കുടുംബത്തിന് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല എന്ന് ഇനിയെങ്കിലും വസു മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഉടനെ അരുൺ പറഞ്ഞു, അതെ, നമ്മുടെ കമ്പനിയൊക്കെ ഇപ്പൊ പ്രോഫിറ്റിലേക്ക് വന്നു തുടങ്ങിയിരിക്കണം. എനിക്ക് അറിയേണ്ടത് മറ്റൊരു കാര്യം കൂടിയാണ്. അമ്മേ, ഇപ്പോഴും നമ്മുടെ കമ്പനി പ്രോഫിറ്റിലേക്ക് പോകുന്ന ഈ അവസരത്തിൽ നമ്മുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇനിയും ഐശ്വര്യ നിലനിർത്തണോ എന്നാണ് എന്റെ സംശയം. ആ ഒരു കാര്യത്തിൽ അമ്മ ഒരു തീരുമാനം പറയണം. അച്ഛനും അമ്മയും അങ്ങനെയാണോ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും ആനന്ദവർമ്മ പറഞ്ഞു, ഞാൻ ഒരിക്കലും അതിനെ അനുകൂലിക്കില്ല. കാരണം വ്യക്തിയെ അല്ല നമ്മൾ ഓരോ സ്ഥാനത്ത് ഇരുത്തുന്നതിൽ അവരുടെ വ്യക്തിത്വത്തെയാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയെ കരുതിയല്ല നമ്മൾ ഓരോ സ്ഥാനവും അവർക്ക് നൽകേണ്ടത്. മറിച്ച് അവരുടെ
എഫിഷ്യൻസിയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ മുൻഗണനയിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യയെ ഇനിയും ചെയർപേഴ്സൺ ആക്കി നിലനിർത്തുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് ഉടനെ ആനന്ദവർമ്മ അറിയിച്ചു. അപ്പോഴേക്കും വസുന്ധരാമയോട് വേഗം അരുൺ ചോദിച്ചു, അമ്മയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോ വസുന്ധരാമ പറഞ്ഞു, ഐശ്വര്യയെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായവും ഇപ്പൊ പറയാനില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, ശരി, ഐശ്വര്യയെ ഇപ്പോഴും ആ ഒരു സ്ഥാനത്ത് തന്നെ നിലനിർത്തുകയാണെങ്കിൽ ആ എന്ത് പ്രശ്നങ്ങൾ ഐശ്വര്യ ഉണ്ടാക്കിയാലും അതിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി വസു ഏറ്റോണം എന്നറിയിച്ചു. അത് കേട്ടതോടെ വസുന്ധര ചോദിച്ചു, അയ്യോ, അതിന് ഐശ്വര്യ കാണിച്ചു കൂട്ടുന്ന തെറ്റുകൾക്കൊക്കെ ഞാൻ എങ്ങനെയാ ഉത്തരവാദിയാവുക എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അവിടേക്ക് ഐശ്വര്യ എത്തുന്നു. ഐശ്വര്യയെ കുറിച്ചുള്ള സംസാരമാണ് അവിടെ നടക്കുന്ന അറിഞ്ഞോടെ ഐശ്വര്യ ആ കലിയോടെ കേട്ടു നിൽക്കുകയാണ്. അപ്പോഴേക്കും അവർ അറിയാതെ അപ്പുറത്ത് മാറുമെന്ന് അവരുടെ ചർച്ച കൃത്യമായി കേൾക്കുന്ന ഐശ്വര്യ വസുന്ധര എന്താ പറയുന്നതെന്ന് അറിയാനായി കാത്തുനിന്നു. അപ്പോഴേക്കും അരുൺ ചോദിച്ചു, അമ്മ വ്യക്തമായിട്ട് മറുപടി പറയാം. ഈ ഐശ്വര്യയെ ഇനിയും ഈ ഒരു സ്ഥാനത്ത് നിലനിർത്തണോ വേണ്ടയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ വസുന്ധര പറഞ്ഞു, ഞാൻ അതിന് റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ശരി, ഐശ്വര്യയെ മാറ്റാൻ എനിക്കും സമ്മതമാണ് എന്ന് വസുന്ധര പറഞ്ഞു. അത് കേട്ടതോടെ ഐശ്വര്യയുടെ മനസ്സകത്തറന്നു. അപ്പോ അമ്മയും എന്നെ കൈ ഒഴിഞ്ഞല്ലേ എന്ന് ഐശ്വര്യ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, ശരി, എന്നാ ആ സ്ഥാനത്തേക്ക് ഇനി പുതിയൊരാളെ നിയമിക്കുകയാണോ അതോ എഫിഷ്യന്റ് ആയ മറ്റൊരാളെ കണ്ടെത്തുകയാണോ ചെയ്യാൻ പോകുന്നത്? അത് അമ്മ പറ എന്ന് ചോദിച്ചതും ഉടനെ വസുന്ധര പറഞ്ഞു, എന്തിനും അതിന് ആപ്റ്റായിട്ടുള്ള ഒരാൾ വേണം. ഞാൻ ആഗ്രഹിക്കുന്നത് കമ്പനി ഇനി അഖിലിന് അതിന്റെ ചുമതല ഏൽപ്പിക്കാമെന്നതാണ് എന്ന് പറഞ്ഞത്. അഖിൽ പറഞ്ഞു, അമ്മേ, ഞാൻ ചോദിച്ചതിന് മറുപടി അമ്മ പറഞ്ഞില്ല. അഖിലിന് കമ്പനി ഏൽപ്പിക്കാം, അതിൽ വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അഖിലിനോട് നമ്മുടെ കമ്പനി ഏറ്റെടുക്കാൻ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അതിന് തയ്യാറായേക്കും എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ വസുന്ധരയോട് വേഗം അരുൺ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാമേ, അതൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷെ അമ്മ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഐശ്വര്യയെ ഇനിയും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് പോണോ വേണ്ടയോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ വസുന്ധര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഐശ്വര്യയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാം എന്നറിയിച്ചു. അപ്പോ ഇനിയിപ്പോ ചെയർപേഴ്സൺ ആരാണ് എന്ന് അപ്പോ ഉടനെ സംശയത്തോടെ വസുന്ധരയോട് ആനന്ദവർമ്മ ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ അരുൺ പറഞ്ഞു, അതിനിപ്പോ വേറെ ആളെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, ശ്യാമയുണ്ടല്ലോ, ശ്യാമയെ അതിൽ നിയമിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ ആനന്ദവർമ്മ പറഞ്ഞു, ശരിയാണ്, ശ്യാമയെ ഒരു കുഴപ്പവുമില്ല. കാരണം ശ്യാമ വൈസ് ചെയർപേഴ്സന്റെ സ്ഥാനത്ത് നിന്നപ്പോ നമ്മുടെ കമ്പനി ഏറ്റവും നല്ല പ്രോഫിറ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് അത് നമുക്ക് അനുഭവമുള്ളതല്ലേ എന്ന് പറഞ്ഞു. ഉടനെ അരുൺ പറഞ്ഞു, അത് മാത്രമല്ലാമേ, നമ്മുടെ കമ്പനിയിലുള്ള സ്റ്റാഫുകൾക്കൊക്കെ ശ്യാമ എന്ന് പറഞ്ഞ വല്ലാത്ത മതിപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞു. ഉടനെ വസുന്ധര പറഞ്ഞു, ശരി, സമ്മതിച്ചു. ശ്യാമയെ വൈസ് ചെയർപേഴ്സൺ ആക്കാൻ, നമ്മുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല, എനിക്ക് സമ്മതമാണ്. വസുന്ധര സമ്മതം മൂളുന്നു. അങ്ങനെ അരുണും ആനന്ദവർമ്മയും ശ്യാമയെ ആ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വീണ്ടും നിയമിക്കുന്ന കാര്യത്തിൽ വസുന്ധര അനുകൂലമായ മറുപടി നൽകിയതിൽ വളരെ സന്തോഷിക്കുമ്പോൾ ആ വാക്കുകൾ കേട്ട് ഐശ്വര്യയുടെ മനസ്സാകെ തകർന്നു. ഇതിനെല്ലാത്തിനും കാരണക്കാരി ആ ശ്യാമയാണ്. അവളാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി. അവളെ ഞാൻ വെറുതെ വിടില്ല, അവളെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്ന് കലിയോടെ വേഗം തന്റെ കാറും എടുത്ത് പുറത്തേക്ക് ഐശ്വര്യ പോകുന്നു. ഡ്രൈവ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ പെട്ടെന്ന് ഇടവഴിയിലേക്ക് കയറുമ്പോൾ മെയിൻ റോഡിലൂടെ പോയ മറ്റൊരു കാറിന് നേരെ പെട്ടെന്ന് ഇടവഴിയിൽ നിന്ന് കയറി വരുന്ന ഐശ്വര്യയുടെ കാറ് വേഗം കൂട്ടിമുട്ടാതിരിക്കാൻ അല്ലെങ്കിൽ വലിയൊരു അപകടം ഒഴിവാക്കാനായി എതിരെ വന്ന ആ കാറുകാരൻ വണ്ടി ചവിട്ടി നിർത്തി. ഉടനെ തന്നെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പെണ്ണുമ്പളെ കണ്ണില്ലേ? നിങ്ങൾ കണ്ടില്ലേ ഒരു വഴിയിലേക്ക് കയറി വരുമ്പോ നിങ്ങൾക്ക് സൂക്ഷിച്ചു പോകണ്ടേ? ഇപ്പൊ വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അയാൾ ബഹളം വെച്ചു. അപ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങിയ മായ വേഗം ഡ്രൈവർ സീറ്റിന് അരികിലേക്ക് എത്തി ഹലോ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അപ്പോഴേക്കും ഗ്ലാസ് കാത്ത ഐശ്വര്യ മായയോ എന്ന് വിളിച്ചു. ഉടനെ തന്നെ മായ ഐശ്വര്യയെ കണ്ടതും, ഐശ്വര്യയോ, എന്തു പറ്റി ഐശ്വര്യയെ എന്ന് ചോദിച്ചു. ഉടനെ ഐശ്വര്യ വേഗം കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഡ്രൈവർ വേഗം കാറിലേക്ക് തിരികെ കയറുന്നു. ഈ സമയത്ത് മായ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അല്ല ഐശ്വര്യ ഈ ലോകത്തെങ്ങും അല്ലേ? എന്താ ഇപ്പൊ സംഭവിച്ചിരുന്നത്? ഇപ്പൊ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഇവിടെ സംഭവിക്കില്ലായിരുന്നോ? ഐശ്വര്യ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഐശ്വര്യയോട് മായ ചോദിച്ചു. ഐശ്വര്യ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. ഐശ്വര്യയോട് വീണ്ടും മായ ചോദിച്ചു, അല്ല ഐശ്വര്യക്ക് എന്താ പറ്റിയത്? പഴയ സ്മാർട്ട്നെസ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ, എന്ത് പറ്റി ഐശ്വര്യ, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. എന്നോട് പിണക്കമാണോ ഐശ്വര്യ? ഓ, കഴിഞ്ഞ ദിവസം ബാങ്കില് ആ ലേലത്തിൽ വന്നതിന്റെ കാര്യമാണോ? ലേലത്തിൽ പങ്കെടുത്തതിന്റെ പിണക്കമാണോ എന്ന് ചോദിച്ചിട്ടും ഐശ്വര്യ പറഞ്ഞു, എനിക്ക് അതിന് എന്ത് പിണക്ക്? അല്ലെങ്കിൽ ഞാനിപ്പോ ആരാണ്? ഞാനിപ്പോ ആകെ ഒറ്റപ്പെട്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മായ ചോദിച്ചു, ഒറ്റപ്പെട്ടെന്നോ? വസുന്ധരയുടെ ഏറ്റവും പ്രിയപ്പെട്ട
മരുമകളല്ലേ ഐശ്വര്യ. എന്നിട്ട് ഐശ്വര്യ ഇങ്ങനെ ഒറ്റപ്പെട്ടെന്നോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്താണെങ്കിലും എന്നോട് പറ. മുമ്പല്ലെങ്കിലും ഐശ്വര്യയുടെ സങ്കടം, ഐശ്വര്യയുടെ വേദന എന്റെയും വേദനയായിട്ട് നമ്മൾ ഒരുപോലെ കഴിഞ്ഞിരുന്നതല്ലേ? ഇടയ്ക്കെപ്പോഴോ നമുക്ക് ഇങ്ങനെ ഒരു അകൽച്ചയുണ്ടായി. എങ്കിലും ഐശ്വര്യ എന്നോട് പറ, എന്താ ഐശ്വര്യയുടെ സങ്കടം? എന്താ പറ്റിയത് എന്ന് വീണ്ടും മായ അന്വേഷിച്ചു. മായയുടെ ചോദ്യം കേട്ട് ഐശ്വര്യ വിഷമത്തോടെ പറഞ്ഞു, അതെ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റുകയാണ്. അത് കേട്ട ഉടനെ മായ ചോദിച്ചു, അല്ല, വസുന്ധരാമ അങ്ങനെ തീരുമാനിച്ചോ? അതെങ്ങനെ? ഐശ്വര്യ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് എത്തിയിരിക്കുകയായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചതും ഉടനെ ഐശ്വര്യ വിഷമത്തോടെ പറഞ്ഞു, അതെ, അമ്മയെ എന്നെ കൈവിട്ടു. അമ്മ എന്നെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. അതിന് പകരമായി ആ ശ്യാമയെ ചെയർപേഴ്സൺ ആക്കാനായുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. അത് കേട്ടതും മായക്കാകെ ടെൻഷനായി. ശ്യാമയോ? ശ്യാമ അവളെങ്ങനെ എന്ന് ചോദിച്ചു. അതെ, അവളെ ആ ചെയർപേഴ്സന്റെ സ്ഥാനത്തേക്ക് ഇരുത്താനാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. ഉടനെ മായ ചോദിച്ചു, അതെങ്ങനെ ശരിയാകും? വസുന്ധര അഖിലിനെയും ശ്യാമയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയല്ലേ? ഇപ്പോ അഖിൽ ഏതോ പച്ചക്കറി കട എന്തോ മറ്റോ നടത്തുകയല്ലേ? അങ്ങനെ നിൽക്കുകയല്ലേ അവര് എന്ന് ചോദിച്ചു. ഉടനെ ഐശ്വര്യ പറഞ്ഞു, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോ ആ ശ്യാമ അവൾ പ്രഗ്നന്റ് ആണ്. അതിന്റെ സന്തോഷത്തിൽ വസുന്ധരാമ തിരികെ അവളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അഖിലും ശ്യാമയും ഇപ്പോ വീട്ടിൽ തന്നെ ഉണ്ട് എന്നറിയിച്ചു. ഉടനെ അത് കേട്ട മായ പറഞ്ഞു, ഓ, അങ്ങനെയാണെങ്കിൽ ഇത് എന്നെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ഒരു അശുഭകരമായ വാർത്തയാണല്ലോ. അങ്ങനെ ശ്യാമ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പോകുന്നത് അതൊരിക്കലും അനുവദിച്ചുകൂടാ. അറിയാവല്ലോ ഐശ്വര്യക്ക്, എനിക്ക് ശ്യാമയോടുള്ള പക, ഈ ലോകത്ത് ശ്യാമയോട് ഏറ്റവും കൂടുതൽ പകയുള്ളത് എനിക്ക് തന്നെയാണ് എന്ന് ശ്യാമയോടുള്ള തന്റെ പകയെ കുറിച്ച് മായ ഐശ്വര്യയോട് പറയുന്നു. അന്ന് തന്റെ മകള് ആ വലിയൊരു തീപിടുത്തത്തിൽ, അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാനായുള്ള കാരണക്കാരിയായ വസുന്ധരയെ ഒരു കാരണവശാലും താൻ വെറുതെ വിടുകയില്ല എന്ന് അന്ന് മായ ശപഥം ചെയ്തതും ആ ഓർമ്മകൾ, തന്റെ മകളുടെ ആ ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വസുന്ധരയെ താൻ തകർക്കുമെന്ന് തന്റെ ശപഥത്തെക്കുറിച്ച് വീണ്ടും മായ ഐശ്വര്യയോട് അറിയിച്ചു. അതേ പക തന്നെ ഇപ്പൊ ശ്യാമയോടും എനിക്കുണ്ടെന്നും ഞങ്ങളുടെ എതിരാളി യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്യാമയാണെന്നും ആനന്ദ നിലയത്തെ ഞങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നതും ആ ശ്യാമയായിരുന്നുവെന്നും മായ പകയോടെ ഐശ്വര്യയോട് പറയുന്നു.